ഉപ്പളയിൽ പ്രവാസിയുടെ വീടിനു നേരെ വെടിവെപ്പ്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവെപ്പിന് പിന്നിലെന്നാണ് സൂചന. വിവരമറിഞ്ഞയുടൻ കാസർഗോഡ് ASP നന്ദഗോപൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിന്റെ വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി. മഹാലാഭമേള ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള. ഉപ്പള ഹിദായത്ത് നഗറിലെ പ്രവാസിയായ അബു എന്ന അബൂബക്കറിന്റെ വീടിന് നേരെയാണ് വെടിവെപ്പ് നടന്നത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. അബു ഖത്തറിലാണുള്ളത്. ഭാര്യയും മക്കളും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. കാറിലാണ് അക്രമികൾ എത്തിയതെന്നും വ്യക്തമായിട്ടുണ്ട്. സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവെപ്പിന് കാരണമായതെന്നാണ് സൂചന. ഗൾഫിൽ നിന്നും സ്വർണം കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടുള്ള ഒരു സംഘം ഉപ്പളയിൽ എത്തിയിരുന്നതായുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. ഇവരായിരിക്കാം വെടിവെപ്പിന് പിന്നിലെന്നും അതല്ലെങ്കിൽ ഉപ്പളയിൽ തന്നെയുള്ള ഗ്യാങ് വാർ ആയിരിക്കാം സംഭവത്തിന് കാരണമായതെന്നും സംശയിക്കുന്നു. വിവരമറിഞ്ഞയുടൻ കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപന്റെയും മഞ്ചേശ്വരം SI ഉമേഷിന്റെയും നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം രാത്രി തന്നെ സംഭവസ്ഥലത്തെത്തി. അക്രമികളെ കണ്ടെത്താനായി വ്യാപകമായ തിരച്ചിൽ നടത്തിവരികയാണ്. എയർഗണ്ണിൽ നിന്നാണ് വെടിയുതിർത്തതെന്നാണ് കരുതുന്നതെന്നും ASP പറഞ്ഞു. ജനൽ ഗ്ലാസുകൾക്കാണ് വെടിയേറ്റത്. ഇതിന്റെ മെറ്റലും മറ്റും പോലീസ് ശേഖരിച്ചു. ഞായറാഴ്ച വിരലടയാള വിദഗ്ധരും ബാലിസ്റ്റിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. നേരത്തെ അടിക്കടി ഗ്യാങ് വാറുകൾ നടക്കാറുള്ള സ്ഥലമാണ് ഉപ്പള. കുടിപ്പകയെ തുടർന്നുള്ള ഇത്തരം ആക്രമണങ്ങളിൽ പലപ്പോഴായി നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടെ ഇപ്പോഴുണ്ടായ വെടിവെപ്പ് ശനിയാഴ്ച രാവിലെ 5:45-നും 5:53-നും ഇടയിലാണെന്നാണ് കുടുംബാംഗമായ യുവാവ് മഞ്ചേശ്വരം പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് FIR-ൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതു സംബന്ധിച്ച് പോലീസിൽ വിവരമറിയിച്ചത് രാത്രി 10 മണിയോടെയാണ്. ഇതെല്ലാം സംശയങ്ങളും ദുരൂഹതകളും വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.